ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വൻ വിജയം നേടിയപ്പോൾ CPM ക്യാമ്പുകളിൽ നിന്നും ആശ്വാസ നിശ്വാസം മുതിർന്നു. എന്നാൽ CPM കൈവിട്ട രാഷ്ട്രീയ ഇടമാണ് AAP കൈയടക്കിയതെന്ന പരിദേവനങ്ങളും കണ്ടു. അതിലൊന്ന് ഇടതുപക്ഷ സഹയാത്രികനും സംവിധായകനുമായ B. ഉണ്ണികൃഷ്ണൻ്റെതായിരുന്നു. എന്തുകൊണ്ടാണ് സഹയാത്രികരെ പോലും പാർട്ടി ഇപ്പോൾ നിരാശപ്പെടുത്തുന്നത്? പുതിയ സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകളിൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പാർട്ടിയിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ മാറ്റം പ്രതീക്ഷിക്കാമോ? ശ്രീ B. ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കുന്നു. അതോടൊപ്പം ലാലിസം ഉൾപ്പെടെയുള്ള സമീപകാല വിവാദങ്ങളെക്കുറിച്ചും നേരെ ചൊവ്വയിൽ ശ്രീ B. ഉണ്ണികൃഷ്ണൻ. ഇടതുപക്ഷ സഹയാത്രികനും സർവോപരി പിണറായി വിജയന്റെ സ്വന്തം ആളുമായി കണക്കാക്കുന്ന ഉണ്ണികൃഷ്ണൻ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് ഈ അഭിമുഖത്തിന്റെ പ്രകോപനം. എന്തുകൊണ്ടാണ് താങ്കൾക്ക് പെട്ടെന്ന് തോന്നിയത് ആം ആദ്മി എടുത്തത് CPM കൈവിട്ട രാഷ്ട്രീയ ഇടമാണെന്ന്? രണ്ട് ഭാഗങ്ങളായി ഉത്തരം പറഞ്ഞോട്ടെ. ഒന്ന്, ജോണിയുടെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട്. ഞാൻ CPM സഹയാത്രികനാണോ എന്നത് എനിക്ക് വ്യക്തമല്ലാത്ത ഒരു സംഗതിയാണ്. പക്ഷേ ഞാനൊരു ഇടതുപക്ഷ വിശ്വാസിയാണ്. കലാലയ ജീവിതം മുതൽ എൻ്റെ ചിന്തകളെ ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ചിന്തകരാണ്. രണ്ട്, പിണറായി വിജയൻ്റെ അടുത്ത ആളൊന്നുമല്ല ഞാൻ. എല്ലാ ദിവസവും പിണറായി വിജയനുമായി ബന്ധപ്പെടുന്ന ആളൊന്നുമല്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിൽ യാതൊരു നീതീകരണവുമില്ലാതെ സഖാവ് പിണറായി വിജയൻ മാധ്യമവേട്ടയ്ക്ക് ഇരയായപ്പോൾ അദ്ദേഹം കേസിൽ നിന്ന് കുറ്റവിമുക്തനാകുന്നതിന് മുമ്പ് കിട്ടാവുന്ന വേദികളിലൊക്കെ ആ നീതികേട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആളാണ്. ആ അർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, ആപ്പിൻ്റെ വിജയം കാണിക്കുന്ന ഒരു സുപ്രധാന സംഗതി ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇടമുണ്ട് എന്നുള്ളതാണ്. ഞാൻ പോലും ചിലപ്പോഴൊക്കെ ധരിച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്, പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിട്ട തിരിച്ചടി. പക്ഷേ അത് തിരിച്ചു വരിക മാത്രമല്ല, ജനങ്ങളുടെ ഒരു ആഗ്രഹമെന്ന രീതിയിൽ ആപ്പിന് നിലനിൽക്കാൻ കഴിയും. അതായത് CPM എന്നും അന്വേഷിച്ചിരുന്നത് ഒരു ബദൽ രാഷ്ട്രീയ ഇടമാണ്. അതായത് BJPക്കും കോൺഗ്രസിനും ബദലായി ഒരു രാഷ്ട്രീയ ഇടം. അങ്ങനെയാണ് അവർ മൂന്നാം മുന്നണി എന്നൊക്കെ പറഞ്ഞ സങ്കല്പത്തിന് പുറകെ കുറേ നാളെ ഒരിക്കലും സാധ്യമാവാത്ത. ഇവിടെ എന്താ പ്രധാന പ്രശ്നം? ആപ്പിൻ്റെ സ്ലോഗൻസ് എടുക്കുക. ഇത് ആരുടെ സ്ലോഗൻസ് ആയിരുന്നു? ബൈ ഡെഫിനിഷൻ അഴിമതിക്കെതിരെ നിൽക്കുന്നവർ ആരായിരുന്നു? അത് തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവരായിരുന്നു. നമുക്ക് എന്തെല്ലാം വിമർശനങ്ങളുണ്ടെങ്കിലും അവർ അഴിമതി ഏശാത്തവരാണ് എന്നൊരു തോന്നൽ ഒരുപക്ഷെ 2 ദശാബ്ദക്കാലം മുമ്പ് വരെയെങ്കിലും നമ്മുടെ ഇടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അല്ല, എന്ന് വെച്ചാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പരാജയമാണ് ആപ്പിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. തീർച്ചയായിട്ടും ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ വേണ്ടവണ്ണം ഉൾക്കൊള്ളാതെ രാഷ്ട്രീയ ബദലിനെ കുറിച്ചുള്ള അന്വേഷണം വഴിതെറ്റിപ്പോയ സാഹചര്യങ്ങളിലാണ് ആപ്പ് പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. ആം ആദ്മി പാർട്ടിയോട് CPMനുള്ള പഴയ നിലപാട് നമുക്ക് മറക്കാറായിട്ടില്ല. 2013 തെരഞ്ഞെടുപ്പിന് ശേഷം ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ വിലയിരുത്തിയത് ഇതൊരു ആശ്വാസമല്ല, ഇതൊരു അപകടമാണ് എന്നാണ്. അക്കാര്യം താങ്കൾ മറന്നുപോയോ? ഞാൻ മറന്നിട്ടില്ല, ആരും മറന്നിട്ടില്ല. കാരണം അന്ന് തികച്ചും അരാഷ്ട്രീയമായ ഒരു ഫോർമേഷനായിട്ടാണ് ഇടതുപക്ഷവും ഒരുപാട് ഇടതുപക്ഷ ചിന്തകരും ആപ്പിനെ കണ്ടത്. അതായത് പെട്ടെന്ന് വരുന്ന ഒരു വൈകാരികതയുടെ ഒരു സെൽഫ് എക്സ്പ്രഷനാണ് ആപ്പ് എന്നുള്ള രീതിയിലാണ് അന്ന് ഇടതുപക്ഷത്തെ മിക്കവരും ആപ്പിനെ കണ്ടത്. അല്ല, ഞാൻ പറയുന്നത് കാലത്തിലൂടെ പരുവപ്പെട്ടിരിക്കുന്നു. കാലത്തിലൂടെ പരുവപ്പെട്ട് അതിനൊരു രാഷ്ട്രീയ സ്വത്വമുണ്ട് എന്നുള്ളത് ഇന്ന് ഇടതുപക്ഷം അംഗീകരിക്കുന്നു. അതൊരു തരത്തിലുള്ള ലേണിംഗ് പ്രോസസ്സും ഗ്രോത്തുമാണ് എന്നാണ് ഞാൻ. അല്ല, ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ കഴിയുക? ഇപ്പോഴും ഒരു പ്രത്യയശാസ്ത്രം ആ പാർട്ടിക്കില്ല. അരാജകവാദം എന്നത് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇടതിൻ്റെ വലതാണോ വലതിൻ്റെ ഇടത്താണോ ഈ പാർട്ടി എന്നുള്ളത് ആർക്കും അറിയില്ല. വലതുപക്ഷത്തേക്കാണ് ഇതിൻ്റെ ചായ്വ് എന്ന് വേണമെങ്കിൽ അവരുടെ ആദർശങ്ങളിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. എന്നിട്ടും അവർക്ക് മാറ്റം വന്നു എന്ന് എങ്ങനെയാണ് പറയുക? അവർക്ക് മാറ്റം വന്നു എന്നുള്ളതല്ല, അതിനൊരു രാഷ്ട്രീയ സ്വത്വമായി പരിണമിക്കാൻ സാധിച്ചു എന്നുള്ള തിരിച്ചറിവാണ് ഇടതുപക്ഷത്തിനുള്ളത്. 1. 2, എഴുതി തയ്യാറാക്കപ്പെട്ട പ്രത്യയശാസ്ത്രം, അത് സിദ്ധാന്തം, അത് പ്രയോഗത്തിലാക്കുന്ന ഒരു പാർട്ടി. ഇത് തികച്ചും പഴയ ഒരു സങ്കല്പമാണ്. ഈ പ്രത്യയശാസ്ത്രം എന്നത് ലിഖിതമായ ഒരു രൂപം അതിനുണ്ടെങ്കിൽ പോലും ചില സുപ്രധാന ചരിത്ര സന്ദർഭങ്ങളിൽ താനെ ഉരുത്തിരിഞ്ഞു വരുന്ന
ഒരു ബോധവും കൂടിയുണ്ട് ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഒരിക്കലും മുഖ്യധാര ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ആപ്പ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്താണ് എന്നുള്ളത് ആലോചിച്ച് തല പുണ്ണാക്കുന്നതിന് പകരം വളരെ മൈക്രോ ലെവലിൽ, മാക്രോ ലെവൽ വിടുക, വളരെ സൂക്ഷ്മമായ തലങ്ങളിൽ ഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയേറെ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനെ BJPക്കും കോൺഗ്രസിനും ഒരു ബദലായി തീരാൻ സാധിച്ചു എന്നുള്ളത് അതൊരു രാഷ്ട്രീയ ചാലക ശക്തിയാണെന്നാണ് കാണിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. പക്ഷേ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവർ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ? വലതുപക്ഷവും ഇടതുപക്ഷവും എന്ന ഒരു ധ്രുവീകരണം, അതായത് ഒരു പൊളാരിറ്റി അല്ലെങ്കിൽ ഒരു ദ്വന്ദ്വം, അതിനെ അപനിർമ്മിക്കുന്ന ഒന്നാണ് ആപ്പെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇടതുപക്ഷത്തെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു തലത്തിൽ അൺസെറ്റിൽ ചെയ്യാനായിട്ട് ആപ്പിന് കഴിയും. അതിൻ്റെ റിജിഡിറ്റി, അതിൻ്റെ കാർക്കശ്യത്തെ ഒന്ന് ഇളക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഡൈനമിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ മൊബിലൈസ് ചെയ്യാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ജോണി. ഡൽഹിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആലോചിച്ച് നോക്കൂ. AKG സെൻറ്റർ അവിടെയുണ്ട്, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എവിടെ ഇരിക്കുന്നു, പ്രധാനപ്പെട്ട പോളിറ്റ് ബ്യൂറോ മെമ്പർ എവിടെ ഇരിക്കുന്നു, JNU പോലൊരു പ്രസ്ഥാനത്തിൻ്റെ ഇന്റലക്ച്വൽ ബാക്കിംഗ്, ഇതെല്ലാം ഉണ്ടായിട്ടും അപ്പോൾ ആദ്യം താങ്കൾ സമ്മതിക്കേണ്ടത് CPM നേതൃത്വത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പരാജയമാണ് ഈ ആപ്പിന്റെ ഉദയത്തിന് പിന്നിലുള്ളതെന്ന്. അല്ല ജോണിയോട് ഒരു വാദത്തിന് വേണ്ടി അത് പരാജയം എന്ന് എനിക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ പരാജയത്തെ വലിയൊരു അപരാധമായി കാണണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പരാജയം പോലെ മനോഹരമായിട്ടൊരു സംഗതി വേറെ ഒന്നുമില്ല. നമ്മൾ ഒരുപാട് ശ്രമങ്ങളും ഒരുപാട് ചിന്തകളും ഒരുപാട് പുനർവിചിന്തനങ്ങളും നടത്തുമ്പോൾ നമുക്ക് ജയങ്ങളെക്കാൾ സുപ്രധാനമാണ് പരാജയങ്ങൾ എന്ന് പറയുന്നത്. പരാജയത്തിന്റെ ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത് അത് നല്ലൊരു പാഠമാണ് എന്നതാണ്. എന്ത് പാഠം ഇക്കാര്യത്തിൽ നിന്ന് ഉൾക്കൊള്ളുമെന്നാണ് താങ്കൾ കരുതുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ? അത് ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ അത് പാർട്ടിയുടെ ദൈനംദിന പരിപാടികളിൽ നിന്നും വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. ചേരികളിൽ വസിക്കുന്നവർ, ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ രഞ്ജി പണിക്കർ പണ്ട് സിനിമയിൽ എഴുതി, ഈ ബ്ലൂ ചുപ്പ് കൊണ്ട് കോണകം ഉടുക്കുന്ന ഡൽഹിയല്ല, റിക്ഷാക്കാരൻ്റെയും ഭാരം ചുക്കുന്നതിൻ്റെയും ഡൽഹി എന്ന് അദ്ദേഹം പണ്ടൊരു സിനിമയിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഡൽഹിയിലുള്ള കീഴാളൻ, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥർ, ആപ്പ് വേറൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് ഞങ്ങൾ വെള്ളം എത്തിക്കാം, വൈദ്യുതി എത്തിക്കാം. രണ്ട് സംഗതിയാണ് പറഞ്ഞത്. ഈ രണ്ട് സംഗതി പറയാൻ എന്തേ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മടിച്ചു? അവരെ ഏത് സാമ്പത്തിക നയമാണ് അതിൽ നിന്ന് വിലക്കിയത്? BJP നേതാക്കളുടെയും നരേന്ദ്രമോദിയുടെയും അഹങ്കാരമാണ് ഡൽഹിയിൽ അവരെ ജനങ്ങളിൽ നിന്ന് അകറ്റിയതെന്ന് കേജ്രിവാൾ പറഞ്ഞിരുന്നു. അതുപോലെ കുറേ കാലമായി കേരളത്തിലുള്ളൊരു വിമർശനമാണ് CPM നേതാക്കൾ അഹങ്കാരം മൂലം ജനങ്ങളിൽ നിന്ന് അകന്നുവെന്ന്. താങ്കൾ അത് ശരിവെക്കുകയല്ലേ? ഞാൻ പാർട്ടിയുടെ രേഖകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, പെരുമാറ്റം കുറേ കൂടി എളിമയോടുകൂടി ആവണം. അതിൻ്റെ അർത്ഥം അവിടെ ഒരു ആത്മവിമർശനം ഉണ്ടെന്നുള്ളതല്ലേ. അത് ഒരിക്കലും ഈ ജനപക്ഷത്ത് നിന്ന്, ജനങ്ങളിൽ നിന്ന് അകന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നിലനിൽപ്പില്ല, ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിക്കും നിലനിൽപ്പില്ല. ജനങ്ങളോടൊപ്പം മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അവരുമായിട്ട് എല്ലാ ദിവസവും ഇടപഴകണം, എല്ലാ ദിവസവും സംവദിക്കണം. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു, പുതിയൊരു സെക്രട്ടറി പാർട്ടിക്ക് ഉണ്ടാവും. എന്തെങ്കിലും മാറ്റം അടിസ്ഥാനപരമായി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ? ഇന്നലെ സഖാവ് പ്രകാശ് കാരാട്ടിൻ്റെ പ്രസ്താവന ഞാനും താങ്കളും ഒക്കെ കണ്ടതാണ്. അദ്ദേഹം പറയുന്നത് പുതിയ സ്ലോഗൻസ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് ദേശീയ തലത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വത്തിനും അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 17 വർഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം സ്ഥാനമൊഴിയുമ്പോൾ പിണറായിയുടെ ഇത്രയും കാലത്തെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് താങ്കൾ വിലയിരുത്തുക? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലയളവ് സെക്രട്ടറി പദം കൈയാളിയ വ്യക്തി സഖാവ് പിണറായി വിജയനാണ്. സഖാവ് പിണറായി വിജയൻ്റെ ടേമിനെ ഞാൻ കാണുന്നത് CPM അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കലുഷിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയതും ആ പീരീഡിലാണ്. അനവധി വെല്ലുവിളികൾ ആ പാർട്ടിക്ക് നേരിട്ടിട്ടുണ്ട്. അനവധി കൂട്ടായ അനീതി ആ പാർട്ടിക്കെതിരെ നടപ്പാക്കിയിട്ടുണ്ട്. മാധ്യമ വിചാരണകൾ ഉൾപ്പെടെ അതിൻ്റെ സെക്രട്ടറിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന അസാധാരണ മേധാശക്തിയും അസാധാരണ പ്രതിബദ്ധതയുമുള്ള നേതാവ് സെക്രട്ടറിയായി ഇല്ലായിരുന്നുവെങ്കിൽ പാർട്ടിക്ക് ഈ ഒരു സംഘടനാസ്വത്വം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അദ്ദേഹം തകരാതെ കാത്തു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, മുമ്പ് പറഞ്ഞ ജനകീയ ഇടപെടലുണ്ടല്ലോ, പാർട്ടിയെ ജനങ്ങളോട് അടുപ്പിക്കുന്ന അത്തരം ജനകീയ ഇടപെടലാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു?
ഒരു സെക്രട്ടറി എന്ന നിലയിൽ സംഘടനാ സംവിധാനം സംരക്ഷിക്കുന്നതിനോടൊപ്പം നിർണായകമായ ഇടങ്ങളിൽ ജനങ്ങൾക്കൊപ്പമുള്ള ഒരു ജനകീയ സമരം ആവിഷ്കരിക്കുക എന്നുള്ളൊരു പാർട്ടി പ്രോഗ്രാം നടപ്പാക്കേണ്ടതും സെക്രട്ടറിയുടെ ചുമതലയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ പിണറായി വിജയൻ എന്ന സെക്രട്ടറിയുടെ, അദ്ദേഹം മനുഷ്യനാണ്, കേവലം ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഒരു വ്യക്തി പോലും അല്ല. കാരണം ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. പിണറായി വിജയൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല CPM ഉള്ളതെന്ന് നമുക്കറിയാം. അതിന് വളരെ സുശക്തമായ സംസ്ഥാന കമ്മിറ്റിയുണ്ട്, അതിന് സെക്രട്ടേറിയറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം CPM-ൻ്റെ മുഖമായിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് പുറകിൽ ഒരു സംസ്ഥാന കമ്മിറ്റിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ, ജനകീയമായ ഇടപെടലുകളിൽ എന്തെങ്കിലും ഈ കാലഘട്ടത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്ന നാനാവിധ വ്യാധികളിൽ നമ്മൾ അതിൻ്റെ കാരണം കണ്ടെത്തിയേ പറ്റുള്ളൂ. വിഭാഗീയത വലിയൊരു പ്രശ്നമാണ്. VS അച്യുതാനന്ദൻ എന്ന ഫാക്ടർ ഇല്ലായിരുന്നുവെങ്കിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് പിണറായി വിജയൻ ഇതിൽ കൂടുതൽ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു ചോദ്യത്തിന് ഞാൻ എങ്ങനെയാണ് ഉത്തരം പറയുക? പക്ഷെ മറിച്ച് വേറൊരു ഉത്തരവുണ്ട് അതിനകത്ത്. താങ്കൾ VS അച്യുതാനന്ദനെ പരാമർശിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വേറൊരു രീതിയിൽ ഉത്തരം പറയാൻ സാധിക്കും. CPM-ൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമായി നമ്മൾ കരുതുന്നതൊക്കെയും സംശുദ്ധി, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ഇടപെടലുകൾ, ഇതെല്ലാം ഒരൊറ്റ ബ്രാൻഡ് നെയിമിലേക്ക്, VS എന്ന് പറയുന്ന ഒറ്റ ബ്രാൻഡ് നെയിമിൽ, അതായത് പാർട്ടിയെല്ലാം അഴിമതിക്കാർ, പാർട്ടിയെല്ലാം കുഴപ്പം, പക്ഷേ ഒരാൾ മാത്രം ശരി, അത് VS അച്യുതാനന്ദൻ. അപ്പോൾ എന്താണോ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ ഒരാളിലേക്ക് മാത്രം പ്രക്ഷേപിക്കപ്പെടുകയും ബാക്കിയുള്ളവരെ ഒന്നാകെ അഴിമതിക്കാരായി ധ്രുവീകരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് മാത്രം അത് നേട്ടമായപ്പോൾ പാർട്ടിക്ക് ഒട്ടാകെ അത് കോട്ടമായി താങ്കൾ വിശ്വസിക്കുന്നു. പിണറായി വിജയനെ അത് എങ്ങനെയാണ് ബാധിച്ചത്? പിണറായി വിജയനെ വ്യക്തിപരമായി എങ്ങനെ അത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ മാത്രം വ്യക്തിപരമായ അടുപ്പമൊന്നും എനിക്ക് പിണറായി വിജയനുമായിട്ടില്ല. അങ്ങനെ വ്യക്തിപരമായി കാര്യങ്ങൾ എടുക്കുന്ന ഒരാളാണ് അദ്ദേഹമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനല്ല എന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹം 100% കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. താങ്കൾക്ക് VS-നെ കുറിച്ച് എന്ത് തോന്നിയാലും താങ്കൾ ഈ പറഞ്ഞ ഇടപെടൽ, അഴിമതിക്കെതിരായ പോരാട്ടം, അതൊക്കെ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തി എന്നത് സമ്മതിക്കാതിരിക്കാൻ കഴിയുമോ? CPM പോലൊരു പ്രസ്ഥാനത്തിനകത്ത് പാർട്ടി പരിപാടിക്ക് അല്ല അതെങ്കിൽ VS-ന് അത് നടപ്പാക്കാൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ പാർട്ടി ഈ കാര്യത്തിൽ VS അച്യുതാനന്ദനെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല. VS അല്ലാതെ മറ്റാർക്കെങ്കിലും, ഇപ്പം VS അല്ലാതെ പാർട്ടിയിലുള്ള മറ്റു നേതാക്കൾക്ക് അതൊന്നും ചെയ്യുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മാത്രമേ അത് ചെയ്തു. അദ്ദേഹമല്ലേ ചെയ്യേണ്ടത്? അദ്ദേഹമാണ് പാർലമെന്ററി രംഗത്ത് ഏറ്റവും ശക്തമായിട്ട് നിന്ന ആള്. പ്രതിപക്ഷ VS-ന്റെ ഏറ്റവും ഗോൾഡൻ പീരീഡ് ഏതാ? VS മുഖ്യമന്ത്രിയായി ശോഭിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ശോഭിച്ചു പ്രതിപക്ഷ നേതാവായിട്ട്. അദ്ദേഹം ഇനിയും അങ്ങനെയായിരിക്കും. കാരണം അടിസ്ഥാനപരമായി ഒരു റിബലായിട്ടാണ് അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുക. അപ്പോൾ അദ്ദേഹത്തിന് അത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി നിലനിന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഇടപെടൽ. VS-ന് പ്രതിപക്ഷ നേതാവായാണ് കൂടുതൽ ശോഭിക്കാൻ കഴിയുക എന്ന് താങ്കൾ പറയുമ്പോൾ പിണറായി വിജയന് മുഖ്യമന്ത്രിയായിട്ടാണ് കൂടുതൽ ശോഭിക്കാൻ കഴിയുക എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഗംഭീരമായിട്ടുള്ള കാര്യക്ഷമത കാണിച്ച ആളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അത് തന്നെയാണ് മനസ്സിലിരിപ്പ്. പിണറായി വിജയനെ പാർലമെന്ററി രംഗത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ചില കാര്യങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇനിയുള്ള ഉദ്ദേശം എന്ന് പറയട്ടെ. ഈ എന്നെപ്പോലെ നിസ്സാരനായ ആള് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് പുലർത്തിയിട്ട് എന്താ കാര്യം ജോണി? നമുക്കതിനുള്ള ത്രാണിയൊന്നുമില്ലല്ലോ. സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ എന്നെ പോലെ ഒരാൾ തീർച്ചയായും അതിൽ സന്തോഷിക്കും. പിണറായി വിജയനെ പോലെ ഒരാൾക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഒരു ഇമേജ് മേക്ക് ഓവറിൻ്റെ ആവശ്യമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഈ ഇമേജ് മേക്ക് ഓവർ എന്ന് പറയുന്നത് കൃത്യമായും വിപണിയുടെ ഉൽപ്പന്നമാണ്. അത്തരത്തിലുള്ളൊരു ഇമേജ് മേക്ക് ഓവറിൻ്റെ ദുരന്തമാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നേരിടുന്നത്. അതുകൊണ്ട് പിണറായി അദ്ദേഹത്തെ തന്നെ മുമ്പോട്ടൊക്കെ പൊക്കോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഈ സൈദ്ധാന്തികമായി പറയുന്നതിനേക്കാൾ ചീത്ത വിളിക്കുന്നതാണ് ആളുകൾക്ക് എളുപ്പം മനസ്സിലാവുക. ചീത്ത ഭയങ്കര സൈദ്ധാന്തിക പ്രയോഗമാണ്. നവമാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമാണ് ഉണ്ണികൃഷ്ണൻ. താങ്കളുടെ ബന്ധുവും സഹപ്രവർത്തകരുമൊക്കെയായ മോഹൻലാലിനെതിരെ ലാലിസത്തിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഈ നവമാധ്യമങ്ങളിൽ വന്നു. അത് കാട്ടുന്നത് നവമാധ്യമങ്ങളുടെ സ്വഭാവമാണോ അതോ കേരളീയരുടെ പൊതുവായ മനോഭാവമാണോ? ലാലിസത്തിനെതിരെ നവമാധ്യമങ്ങളിൽ ക്രൂരമെന്ന് പോലും വിശേഷിക്കപ്പെടാവുന്ന വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം ഡൽഹി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ വിമർശനങ്ങളൊക്കെയും
മോഡിക്കും BJPക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ നേർക്കായി മാറി. അപ്പോൾ അതൊരു നവമാധ്യമത്തിൻ്റെ ഒരു സ്വഭാവമാണ്. കാര്യം ആളുകൾക്ക് ഒരുപാട് ഫൺ ഉള്ളിലുണ്ട്, കറുത്ത സിനിസിസം ഉള്ളിലുണ്ട്. ഇത് ചുമ്മാ വഴിയിൽ ഇറങ്ങി നിന്ന് വിളിച്ചു പറയാനും തന്നെ ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അനോണിമിറ്റി തരുന്ന ഒരു സ്പേസിൽ അവർ യഥേഷ്ടം തുറന്നു വിടുന്നു. അതിൽ ചിലതൊക്കെ അസാധാരണമാം വിധം ക്രിയേറ്റീവായിട്ടുള്ള സംഗതികളുമാണ്. ഇപ്പം ലാലിസം പരാജയപ്പെട്ടതിൻ്റെ പഴി ആർക്കും ആയിക്കോട്ടെ, പക്ഷേ മൊത്തം വിമർശനങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. മോഹൻലാലിന് സ്വയം വിലയിരുത്തുന്നതിൽ പിഴവ് പറ്റിയോ? അദ്ദേഹത്തിന് ഇത് ഏറ്റെടുത്തത് അബദ്ധമായോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹം ഈ ബാൻഡിനെ കുറിച്ചുള്ള രൂപീകരണ ചർച്ചകൾക്ക് മുതൽ എന്നോട് ഇത് ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഒരു ഗായകൻ സ്റ്റേജിൽ പാടി ആളുകളെ രസിപ്പിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വലിയ കാഴ്ച ഒരുക്കാനാണ്, ഒരു പെർഫോമൻസ് ഒരുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതാണ് ഒരു ആക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തെ കുറച്ചുകൂടി ത്രില്ല് ചെയ്തത്. ആ ഡിസൈനിൽ നിന്നും അദ്ദേഹം വ്യതിചലിക്കാനുണ്ടായ സാഹചര്യം, ദേശീയ ഗെയിംസിൻ്റെ അർജൻസി, സർക്കാരിൻ്റെ ഇടപെടൽ, മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണുന്നു, അദ്ദേഹം പെട്ടെന്ന് വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെ തൻ്റെ മുൻ ഡിസൈനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നടത്തിയ കാഴ്ചവെച്ച പെർഫോമൻസ് എന്തായാലും ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിജയങ്ങൾ സംഭവിക്കും, വിജയങ്ങളെക്കാളേറെ പരാജയങ്ങൾ സംഭവിക്കും. അത് ഒരു കലാകാരന് വിധിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അത് ഒരു വലിയ എന്താ പറയേണ്ടത് അക്ഷന്തവ്യമായ അപരാധം കേരള സമൂഹത്തോട് മോഹൻലാൽ ചെയ്തു. പൊതു ഖജനാവ് അദ്ദേഹം കൊള്ളയടിച്ചു തുടങ്ങിയ രീതിയിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോൾ വാങ്ങിയ മുഴുവൻ തുകയും തിരികെ കൊടുത്ത് ഒരു കുറിപ്പും എഴുതി അദ്ദേഹം എനിക്ക് തോന്നുന്നു അടുത്ത ജോലിയിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പം ചിലയിടങ്ങളിൽ മുറിവേൽക്കുമ്പോൾ താങ്കൾ അവരെ പ്രതിരോധിക്കാനായിട്ട് എത്താറുണ്ട്, പക്ഷേ ചിലയിടങ്ങളിൽ താങ്കളുടെ പ്രതികരണങ്ങളൊന്നും കാണാറില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ആഷിഖ് അബുവിന് നേരെ ഈയിടെ ആക്രമണം ഉണ്ടായി. താങ്കളെപ്പോലെ തന്നെ ഒരു സംവിധായകനാണ്, പക്ഷേ ആഷിഖ് അബുവിനെ ഒരു തരത്തിലും പ്രതിരോധിക്കാനായി താങ്കളുടെ ഒരു കമൻറ്റും ഒന്നും കണ്ടില്ല. തെറ്റാണ് ജോണി. കാരണം ഞാൻ ആഷിഖുമായിട്ട് എല്ലാ ദിവസവും ഇന്നുൾപ്പെടെ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ആഷിഖിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആഷിഖിനെതിരെ എവിടെയാണ് കമൻ്റ് ഉണ്ടായത്, ആ കമൻറ്റിന് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നു, അതിന് നമ്മൾ എന്ത് രീതിയിലുള്ള പ്രതികരണമാണ് നമ്മൾ നടത്തുന്നത്, അതല്ല വിഷയം. ആ കമൻറ്റിലേക്കാവരുത് നമ്മളുടെ പ്രതികരണം ചുരുങ്ങേണ്ടത്. നമുക്കിവിടെ വേറെ വലിയ ഒരു പെർസ്പെക്റ്റീവ് ഇതിനാവശ്യമുണ്ട്. കാരണം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൊക്കൈൻ ഉപയോഗിച്ചതിന് പിടിക്കപ്പെടുന്നു. പോലീസ് റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്, അയാൾക്കെതിരെയുള്ള ചാർജ് എന്നുള്ളതാണ്. ആ പെൺകുട്ടികൾക്കെതിരെയാണ് കൈവശം വെച്ചതിൻ്റെ ചാർജുള്ളത്. അത് നിരോധിക്കപ്പെട്ട ലഹരിയാണ്, കുറ്റകൃത്യമാണ്. പക്ഷേ അയാളുടെ സ്വകാര്യതയിൽ അയാൾ നിഷേധിക്കപ്പെട്ട ഒന്ന് ഉപയോഗിച്ചിരിക്കുന്നു, പിടിക്കപ്പെട്ടു. അതിനപ്പുറം അയാളുടെ സ്വകാര്യതയെ മുഴുവനും വലിച്ചു കയറി അതിനെ പൊതുസമൂഹത്തിൽ അയാളെ, ആ ചെറുപ്പക്കാരനെ പാടെ താറടിക്കുന്ന മാനസികാവസ്ഥ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതുപോലെ തന്നെ അയാൾക്കൊപ്പം മലയാളത്തിലെ മിടുമിടുക്കന്മാരായിട്ടുള്ള പുതുതലമുറയിൽപ്പെട്ട നടീനടന്മാരെയും സംവിധായകരെയും എഴുത്തുകാരെയും അപകീർത്തിപ്പെടുത്തുവാനുള്ള ഒരു മാനസിക അവസ്ഥയെ വളരെ വിശാലമായ അർത്ഥത്തിലാണ് ചെറുക്കേണ്ടത്. ഞങ്ങൾ അടുത്ത ആഴ്ച വിശാലമായ ഒരു കൂട്ടായ്മയിലൂടെ അത് പ്രതിരോധിച്ചിരിക്കും. അറിയപ്പെടുന്ന ഒരു സിനിമാ താരം ഇത്തരമൊരു സാഹചര്യത്തിൽ പിടിക്കപ്പെട്ടാൽ അതിന് മാധ്യമ ശ്രദ്ധ കിട്ടുമെന്നതും അതിനെക്കുറിച്ച് ഇതുപോലെ കമൻറ്റുകൾ ഉണ്ടാവുമെന്നതും വളരെ സ്വാഭാവികമല്ലേ? അല്ല, പിടിക്കപ്പെടുമ്പോൾ മാധ്യമശ്രദ്ധ കിട്ടുന്നതിലോ കമൻറ്റുകൾ ഉണ്ടാവുന്നതിലോ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ മുഴുവൻ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഞാൻ പറയുന്നത് എന്താണെന്ന് ജോണിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഞാൻ 1-2 പോർട്ടലിൽ കണ്ടു. അയാളുടെ ചില സ്വകാര്യ നിമിഷങ്ങൾ ഇന്ന് ഇൻ്റർനെറ്റിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുതരം ക്രിമിനൽ വേട്ടയാടലാണ്. അയാൾ ഇരയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് മനുഷ്യാവകാശമുള്ള ആളാണ്. അതുപോലെ തന്നെ അയാളുടെ പേര് പറഞ്ഞ് അയാളുടെ അറസ്റ്റ് ഒരു കോണ്ടസ്റ്റാക്കി മാറ്റിക്കൊണ്ട് ന്യൂ ജനറേഷൻ എന്ന് വിശേഷിക്കപ്പെടുന്ന, അതെന്താണോ വളരെ വിചിത്രമായൊരു വിശേഷണം പോലുമാണ്, അതിലെ നടീനടന്മാരെയും അതിൽപ്പെടുന്ന സംവിധായകരെയും എഴുത്തുകാരെയും നിരന്തരം മീഡിയ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ന്യൂ ജനറേഷൻ്റെ പ്രശ്നമെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നില്ല. സിനിമയിൽ കാണുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ പിന്നിലെ പ്രവർത്തകരെന്ന ആളുകൾ വിശ്വസിക്കുന്നത് കൊണ്ടാണോ?
അതെ, അങ്ങനെ വിശ്വസിക്കാൻ ആളുകൾ എന്താണ് അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം സിനിമയും യാഥാർത്ഥ്യവും ഈ സിനിമ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെ ഏറ്റവും അധികം വക്രീകരിക്കുന്ന ഒന്നാണല്ലോ. സിനിമയും യാഥാർത്ഥ്യവും ഒന്നാണെങ്കിൽ പിന്നെ മുമ്പോട്ട് പോകാം. ഞാൻ കുറച്ച് സൈദ്ധാന്തികമായിട്ട് പറയാം. അല്ല, ഇവിടുത്തെ ഈ ന്യൂ ജനറേഷൻ പറയുന്നത് തന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ ചെറുപ്പക്കാരെ വേട്ടയാടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. മലയാള സാഹിത്യത്തിലെ എണ്ണം പറഞ്ഞ എത്ര ചെറുകഥകളും നോവലുകളും കഞ്ചാവിൻ്റെ ലഹരിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. താങ്കൾ എന്തുകൊണ്ട് സാഹിത്യത്തിലേക്ക് പോകുന്നു? സിനിമ തന്നെ എടുക്കുക. എത്ര സിനിമാ സംവിധായകർ ലഹരിയുടെ അടിമകളായി നമുക്കുണ്ടായിരുന്നു. സിനിമാ സംവിധായകർ മാത്രമല്ല, സാഹിത്യകാരന്മാർ, സിനിമാ സംവിധായകർ, സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരുന്നവർ, ചിത്രകാരന്മാർ, ഗായകർ, സംഗീത സംവിധായകർ, ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ന്യൂ ജനറേഷൻ സിനിമാക്കാരെ അപമാനിക്കുന്നതിൽ താങ്കൾക്കുള്ള വേദന താങ്കളുടെ തന്നെ സംഘടനയുടെ പ്രസിഡന്റായ സിബി മലയിലിനെ പോലെയുള്ള സംവിധായകർ പങ്കിടുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹം പരസ്യമായി പറഞ്ഞത് ചില സിനിമകൾ ഈ ലഹരി ഉപയോഗത്തെ മഹത്വവൽക്കരിക്കുന്നു, അതുപോലെ ന്യൂ ജനറേഷനിൽപ്പെട്ട ചില ആളുകൾ ഇതൊരു മഹത്വമായി കാണുന്നു എന്നാണ്. ഇല്ല, ശ്രീ സിബി മലയിലിൻ്റെ പ്രസ്താവന പറയുന്നത് ചില സിനിമകൾ ലഹരി ഉപയോഗത്തെ മഹത്വവൽക്കരിക്കുന്നുണ്ട്. അദ്ദേഹം പുതു സിനിമാക്കാർ മുഴുവനും ലഹരിക്ക് അടിമയാണെന്നുള്ള രീതിയിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ സംഘടനയുടെ പ്രഖ്യാപിത നിലപാട് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് പോകുന്ന, അതിനെ ഖണ്ഡിക്കുന്നതായിട്ടുള്ള ഒരു നിലപാടും പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, സംവിധായകനും പ്രേക്ഷകനും എന്ന നിലയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി എന്നുള്ളേ ഉള്ളൂ. അതിലെന്താ തെറ്റ്? എല്ലാ കാര്യത്തിലും ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചോണം എന്ന് ഞാൻ വാശി പിടിക്കുകയാണെന്ന് താങ്കൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, രാജീവ് രവി ശ്രീനിവാസനെ കുറിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും മധ്യവർഗ വികാരത്തെ ചൂഷണം ചെയ്യുന്ന സിനിമകളാണ് അദ്ദേഹം എടുത്തത് എന്ന് പറഞ്ഞു. തിരക്കഥ ആവശ്യമില്ല സിനിമയ്ക്കെന്നും പറഞ്ഞു. താങ്കളൊരു തിരക്കഥാകൃത്താണ്, താങ്കൾ സംവിധായകനാണ്. താങ്കൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഞാൻ എന്തിനു പ്രതികരിക്കണം? ഞാൻ ഫെഫ്ക എന്ന ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി. അത് തൊഴിലാളി സംഘടനയാണ്, തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. അങ്ങനെ ഒപ്പം തന്നെ ഞാൻ അതിൻ്റെ ഒരു ദേശീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുമാണ്. അപ്പോൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾ സിനിമയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം പറയുമ്പോൾ ഉടനെ വന്നിട്ട് ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത്? സംഘടനാ നേതാവായ ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കേണ്ട, തിരക്കഥാകൃത്തും സംവിധായകനുമായ ഉണ്ണികൃഷ്ണൻ അതേക്കുറിച്ച് പ്രതികരിക്കാം. കുറച്ച് പ്രതികരിക്കുന്നതാണ് എനിക്കിഷ്ടം. കഴിയുന്നതും നമുക്ക് അതൊരു അപകട മേഖലയായി ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, അത്രേ ഉള്ളൂ. ജീൻസിനെതിരെ അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് യേശുദാസിനെയും അതുപോലെ ഇംഗ്ലീഷ് അറിയാവുന്നവർ സിനിമ കാണട്ടെ എന്ന് പറഞ്ഞതിന് അടൂർ ഗോപാലകൃഷ്ണനെയും നിശ്ചിതമായി വിമർശിച്ച ഉണ്ണികൃഷ്ണനാണ് ഇതിൽ നിന്ന് ഒളിച്ചോടുന്നത്. രണ്ട് വലിയ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളാണ് അത് രണ്ടും. അതല്ലാതെ ശ്രീനിവാസൻ്റെ സിനിമയെ വ്യക്തിപരമായിട്ട് ഒരാൾ വിലയിരുത്തുന്നതും ശ്രീനിവാസൻ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും കഞ്ചാവ് അടിക്കുന്നവരാണെന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഫൈറ്റ് അവിടെയുണ്ട്. അതിനകത്തൊന്നും പോയിട്ട് നമുക്ക് അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല. ചലച്ചിത്രമേളയോട് അനുബന്ധിച്ച് നടന്ന സംഗതിയിൽ തീർച്ചയായും ഫെഫ്കയുടെ സെക്രട്ടറി എന്ന നിലയിൽ പ്രതികരിക്കേണ്ടതാണ്. ഞങ്ങളുടെ ഡയറക്ടേഴ്സ് യൂണിയൻ അതിന് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ അതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. എൻ്റെ നിലപാടിന് അതിൻ്റെ ജനകീയതയെ ചോർത്തിക്കളഞ്ഞുകൊണ്ട് വരേണ്യവൽക്കരിക്കുക എന്ന് പറയുന്ന ഗംഭീരമായ ഒരു പ്രത്യയശാസ്ത്ര പ്രശ്നത്തെയാണ് അന്ന് വിമർശിച്ചത്. അടൂർ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചതിന് ശേഷവും താങ്കൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം വെറുതെ വിശദീകരിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഫുട്ടേജൊക്കെ കണ്ടതല്ലേ. അതിൻ്റെ മൊത്തം ഒരു സംഗതിയെക്കുറിച്ച് പലതവണ നമ്മൾ സംസാരിച്ചതാണ്. ഇനി ആ വിവാദങ്ങളിലേക്ക് പുറകോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ അന്നെല്ലാം ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട്, ഞാനെടുത്തൊരു നിലപാടുണ്ട്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ, ഏറ്റവും മികച്ച, ഏറ്റവും മഹാനായ സംവിധായകരിൽ ഒരാളാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തോട് തികഞ്ഞ ആദരവാണ് ഞങ്ങൾക്കുള്ളതെന്ന് അദ്ദേഹം പ്രതികരിച്ചത് ഇന്ത്യൻ സിനിമയിലെ തൊഴിലാളികളുടെ തലപ്പത്തിരിക്കുന്ന ആൾ, 6 വർഷം സിനിമകൾ എടുക്കുന്ന ആൾ എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും സംവാദ രീതികളിലുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയം. ഒരാൾ സൈദ്ധാന്തികമായിട്ട് കാര്യങ്ങൾ പറയുന്നു, മറ്റേ ചീത്ത വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പലപ്പോഴും ഈ സൈദ്ധാന്തികമായി പറയുന്നതിനേക്കാൾ ചീത്ത വിളിക്കുന്നതാണ് ആളുകൾക്ക് എളുപ്പം മനസ്സിലാവുക. അതിൻ്റെ ഒരു വിലയുണ്ടെന്ന് തോന്നുന്നില്ലേ? ചീത്ത ഭയങ്കര സൈദ്ധാന്തിക പ്രയോഗമാണ്. സൈദ്ധാന്തികമല്ലാത്ത ഒന്നല്ല ചീത്ത. അപ്പോൾ ചീത്ത വിളിക്കുന്നത് പോലെ ലളിതമായിട്ട് സിദ്ധാന്തം പറയാൻ കഴിയുന്ന കാലത്തിന് കാത്തിരിക്കാം. വളരെ നന്ദി.